ഇടുക്കി. ഫ്ലവേഴ്സിന്റെ മ്യൂസിക് റിയാലിറ്റി ഷോ ഇന്ത്യൻ മ്യൂസിക് ലീഗിൽ വിജയിച്ച ഇടുക്കിയിൽ വാഗ്ദാനം ചെയ്തതുപോലെ സംസ്ഥാന സർക്കാർ ഭൂമിയിൽ SD ഫൗണ്ടേഷൻ ഫ്ലവേഴ്സുമായി ചേർന്ന് നിർമ്മിച്ച 20 വീടുകളുടെ താക്കോൽദാനം തലസ്ഥാനത്ത് നടന്നു. സാധാരണക്കാരനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന ആളുകളുള്ള ഇക്കാലത്ത് സാധാരണക്കാർക്ക് വേണ്ടി മാത്രം ഒരു ജീവിതം ഒഴിഞ്ഞുവെക്കുന്നുവെങ്കിൽ അതിലൊരു ഉദാഹരണമാണ് ശ്രീമതികുമാരി. കുറച്ചു പേരുടെയെങ്കിലും സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചതിലും നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മനുഷ്യൻ്റെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ഒരു സഹൃദനായ ഒരു മലയാളി മുന്നോട്ട് വന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചെറിയ കാൽവെപ്പാണ്. കൂടാതെ ഇതൊരു മോഡലാണ്. ഞങ്ങൾക്ക് ഇനിയും ചെയ്യാൻ മാത്രമല്ല വേറുള്ളവർക്കും ഇതുപോലുള്ള പദ്ധതികൾ ചെയ്യാനായിട്ടുള്ള ഒരു മോഡലാണ്. പ്രകൃതി പച്ചക്കമ്പളം വിരിച്ച പോലെ പരന്നു കിടക്കുന്ന ഇടുക്കിയിലെ പൈനാവിലെ താന്നിക്കണ്ടം മലനിരകളിൽ SD ഫൗണ്ടേഷൻ ഫ്ലവേഴ്സ് സ്വപ്നഗ്രാമത്തിലെ 20 വീടുകളുടെ നിർമ്മാണം പ്രശസ്ത വാസ്തുശില്പി G. ശങ്കർ നിർവഹിച്ചു. തീർച്ചയായിട്ടും എന്നിൽ ഈ വിശ്വാസം അർപ്പിച്ചത് SD ഫൗണ്ടേഷനും ഫ്ലവേഴ്സ് TVയുമാണ്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഉദാത്ത മാധ്യമ മാതൃകയായി സ്വപ്നഗ്രാമം. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ കേരളത്തിലെ മറ്റ് ജില്ലകളിലേക്കും SD ഫൗണ്ടേഷൻ ഫ്ലവേഴ്സ് സ്വപ്നഗ്രാമ പദ്ധതി വരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രതികരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ മനുഷ്യത്വപരമായ ഒരു കാര്യമാണ്. അത് നടപ്പാക്കുമ്പോൾ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ശബളാഭമാ ശലഭത്തിലും സന്തതം കരതാരിന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ മീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വീളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാമണി മന്ദിരത്തിൽ വീളങ്ങുമീശനെ വാഴ്ത്തുവിൻ. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. നിങ്ങൾക്കറിയാം, 10-16 മാസങ്ങൾക്കുള്ളിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഞങ്ങളുടെ TV ചാനലിനെ നെഞ്ചേറ്റിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില സാമൂഹിക ബാധ്യതകളും കടമകളും ഞങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥാപനമാണ് ഫ്ലവേഴ്സ്. നിങ്ങൾക്കറിയാം, കേരളത്തിലെയും കേരളത്തിന് പുറത്തെയും സാമൂഹ്യ നന്മയെ കരുതി പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളുടെ അധ്വാന ഫലമാണ് ഫ്ലവേഴ്സും ഇൻസൈറ്റ് മീഡിയ സിറ്റിയും. ഫ്ലവേഴ്സിൻ്റെ ചെയർമാൻ ഗോകുലം ഗോപാലേട്ടനും അതേപോലെ മറ്റ് 5 ഡയറക്ടർമാരും ഒരുപക്ഷെ ഈ സ്ഥാപനം ഞങ്ങൾ നടത്തുന്നത് ലാഭേച്ഛയ്ക്ക് വേണ്ടിയല്ല എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ മാധ്യമ സാമ്രാജ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാനാണ് ഞങ്ങളെപ്പോഴും ശ്രദ്ധിക്കുന്നതും ശ്രമിക്കുന്നതും. നിങ്ങൾക്കറിയാം, സാധാരണ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന ഒരാളിന് വിജയിച്ചു വരുമ്പോൾ 1 കോടി രൂപയുടെ സമ്മാനം അല്ലെങ്കിൽ 1 കോടി രൂപയുടെ ഫ്ലാറ്റ്, ഇതൊക്കെയാണ് സാധാരണ കിട്ടുന്നത്. എന്നാൽ ഇന്ത്യൻ മ്യൂസിക് ലീഗ് ആ ചരിത്രം മാറ്റിയെഴുതാൻ തീരുമാനിച്ചു. ഓരോ ജില്ലയും ഏറ്റുമുട്ടിയ ഈ മത്സരത്തിൽ വിജയിയാകുന്ന ജില്ലയ്ക്ക് ആ ജില്ലയിലുള്ള സാധുക്കളായ ഭവനരഹിതരായ കുറച്ച് കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകാം എന്ന് SD ഫൗണ്ടേഷൻ്റെ സാരഥികളിൽ ഒരാളായ ഷിബുലാൽ സാർ പറഞ്ഞു. ആ മത്സരത്തിൻ്റെ ഒടുവിൽ ഇടുക്കി ജില്ല വിജയിച്ചു. മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ അടൂർ പ്രകാശ്, അദ്ദേഹം ഇപ്പം നിയമസഭാ അംഗമാണ് കോന്നിയിൽ നിന്നുള്ള,
അദ്ദേഹത്തിൻ്റെയും ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ഒരുപാട് സഹായങ്ങൾ ഈ പ്രോജക്റ്റിന് പിന്നിലുണ്ട്. SD ഫൗണ്ടേഷൻ നമുക്ക് വളരെ കുറച്ച് പേർക്ക് അറിയുന്ന ഒരു കാര്യം, കേരളത്തിൽ ഒരുപാട് സ്കോളർഷിപ്പുകൾ നൽകുകയും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് SD ഫൗണ്ടേഷൻ. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പുറം നാടുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇൻഫോസിസ് എന്ന മഹാസ്ഥാപനം പടുത്തുയർത്തിയ മലയാളികളിൽ ഒരാൾ ഷിബുലാൽ സാർ എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ഇന്നിപ്പം ഫ്ലവേഴ്സ് ടെലിവിഷൻ്റെ ചുവടുവയ്പ്പുകൾക്ക് ഷിബുലാൽ സാർ ധൈര്യപൂർവ്വം ഞങ്ങളോടൊപ്പം ചേരുന്നു. 20 വീടുകൾ അദ്ദേഹം പൂർത്തിയാക്കി. ഇനിയും കേരളത്തിന് സുഖകരമായി തോന്നുന്ന ചില പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും SD ഫൗണ്ടേഷനും ഫ്ലവേഴ്സും ചേർന്ന് ഒരുക്കുന്ന ഈ ഡ്രീം വില്ലേജ് അഥവാ സ്വപ്ന ഗ്രാമം എന്ന പദ്ധതി പൈനാവിലെ ഏറ്റവും മനോഹരമായി ഇടുക്കി ജില്ലാ കളക്ടർ ശ്രീ ഗോകുൽ ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ ഹർമ്മ്യങ്ങൾ പണിതുയർത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേരളത്തിലെ ഭാഗ്യക്കുറി അടിച്ചവരാണ്. കാരണം ഈ 20 വീടുകൾ മേലോട്ട് കെട്ടി ഉയർത്താനുള്ള സൗകര്യം ഇട്ടിട്ടുണ്ട്. പിന്നെ സ്കോളർഷിപ്പൊക്കെ ഷിബുലാൽ സാറിന് വലിയ പ്രയാസമുള്ള കാര്യമല്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ചെന്ന് മുട്ടാൻ പറ്റുന്നൊരു വാതിൽ കൂടിയാണത്. എന്നും എല്ലാ ദിവസവും മുട്ടിക്കളയരുത്. അപ്പം അങ്ങനെ ഒരാളിൻ്റെ സഹായ സഹകരണം കൊണ്ട് നിങ്ങൾക്കൊരു വീടുണ്ടാവുന്നു എന്നത് നിങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ ലോട്ടറിയാണ്. ഞങ്ങൾക്കതിൻ്റെ ഒരു സാന്നിധ്യമാകാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുപക്ഷെ ഈ പ്രോജക്റ്റ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇതിൻ്റെ വിശദാംശങ്ങൾ ഷിബുലാൽ സാർ പറയും. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അതിഥികളെ ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. ഒന്നര വർഷമായി ഫ്ലവേഴ്സ് ആരംഭിച്ചിട്ട് ഇതുവരെ എന്തെങ്കിലും വ്യത്യസ്തമായ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശ്രീകണ്ഠൻ നായരുടെ കഴിവ് ഒന്ന് മികവറ്റതാണ്. ഷിബുലാൽ സാർ ഒരു പ്രൊഫഷണൽ IT പേഴ്സണാലിറ്റിയാണ്. ലോകത്തിൽ IT-യിൽ എത്രയോ പണക്കാരുണ്ട്. അവരൊക്കെ ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർ വളരെ കുറവായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിൽ മനുഷ്യൻ്റെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ഒരു സഹൃദനായ ഒരു മലയാളി മുന്നോട്ട് വന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം 20 വീടുകളല്ല, വേണമെങ്കിൽ എത്രയോ വീടുകൾ എന്നും നിർമ്മിച്ച് നൽകാനുള്ള മനസ്സുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഷിബുലാൽ സാർ. കഴിഞ്ഞ പ്രാവശ്യം അടൂർ പ്രകാശ് നമുക്ക് വല്ല സപ്പോർട്ടുകളും ഗവൺമെൻറ് സൈഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചന്ദ്രശേഖരൻ സാർ ഇവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം ഞങ്ങൾ ഈ പ്രോജക്റ്റിൽ കൂടി ഉടനീളം സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ആ പ്രതീക്ഷയോടുകൂടി തന്നെ ഞങ്ങളെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഇത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മീഡിയ, ഒരു ചാനലാക്കി മാറ്റും എന്ന് വാഗ്ദത്തം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. SD ഫൗണ്ടേഷൻ ഫ്ലവേഴ്സ് സ്വപ്നഗ്രാമത്തിൻ്റെ ഈ താക്കോൽദാന ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ E. ചന്ദ്രശേഖരൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമൂഹത്തിലെ ഏറെ പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുകയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് പ്രതികരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ മനുഷ്യത്വപരമായൊരു കാര്യമാണ്. അത് നടപ്പാക്കുമ്പോൾ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ദരിദ്രരും പാവപ്പെട്ടവരുമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വീടുണ്ടാകുക എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയ സ്വപ്നമാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്, പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുകയും അത് ഭംഗിയായി നിർവഹിക്കുകയും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്ത ട്രസ്റ്റും അത് ഏറ്റുവാങ്ങാൻ അവസരമുണ്ടായിട്ടുള്ള പാവങ്ങളിൽ പാവങ്ങളായ ആളുകളുടെയും എല്ലാം സ്വപ്നം ഒരേ സമയം യാഥാർത്ഥ്യമാകുന്നു എന്ന അസുലഭമായ ഒരു മുഹൂർത്തമാണ്, അസാധാരണമായ ഒരു മുഹൂർത്തമാണിത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കട്ടെ. നമ്മുടെ നാട്ടിൽ വീടില്ലാത്തവരായി ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ ഏറെ വർഷങ്ങളായി വിവിധങ്ങളായ പദ്ധതികൾ ഭവന നിർമ്മാണ രംഗത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉണ്ടായാലും
തികയാത്ത വിധം ഭവനരഹിതരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെന്നതാണ്. തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്നതുകൊണ്ട് സർക്കാർ അതിൽ മുൻകൈ എടുത്തേ മതിയാവും. എന്നാൽ അത്തരം സംരംഭങ്ങളിൽ സർക്കാരിന് താങ്ങും തണലുമാകാൻ ഒട്ടേറെ പ്രസ്ഥാനങ്ങളും ഒട്ടേറെ വ്യക്തികളും മുന്നോട്ട് വരുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇത്തരം സംരംഭങ്ങളുമായി മുന്നോട്ട് വരുന്നവർക്കെല്ലാം കഴിയാവുന്ന വിധത്തിൽ ഭൂമി നൽകിക്കൊണ്ട്, എന്ന് പറഞ്ഞാൽ ഭൂരഹിതരായ ആളുകൾക്ക് 3-5 സെൻറ്റ് ഭൂമി നൽകുക എന്ന ഒരു ഉത്തരവാദിത്വം ഗവൺമെൻറ്റുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നൽകുന്ന ഭൂമിയിൽ വീട് വെച്ച് കൊടുക്കാൻ മുന്നോട്ട് വരുന്ന സംരംഭകർക്ക്, താല്പര്യമുള്ളവർക്ക് തീർച്ചയായും അതിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം ഗവൺമെൻറ് ഇനിയും തുടരും, നിർവഹിക്കും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണിതെന്നും ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ടെന്നും നിങ്ങളോടെല്ലാം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വ്യത്യസ്തമായ ഒരു മുഖം മാധ്യമരംഗത്ത് ദർശിക്കാൻ സാധിക്കുന്ന ഒരു പുതുപുത്തൻ പരിപാടിയിലേക്ക് ഫ്ലവേഴ്സ് TV കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതിൽ തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷമുണ്ട്. SD ഫൗണ്ടേഷനോടൊപ്പം കൂട്ടുചേർന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുൻപിൽ വലിയ ഒരു സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇത് ഭാഗ്യം കൊണ്ടാകാം ഇടുക്കിയിൽ ഈ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി അവസരമൊരുങ്ങി. ഇക്കാര്യത്തിൽ എല്ലാ തലത്തിലുമുള്ള കാര്യങ്ങൾക്ക് അവിടെ നിന്നുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവിധമായ സഹായവും ഉണ്ടാവും. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, നമ്മുടെ ഈ വീട്ടിലേക്ക് എത്താൻ കുറച്ച് റോഡിൻ്റെ നിർമ്മാണം ആവശ്യമായിട്ടുണ്ട്. ആ പ്രദേശത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള റോഡ് നിർമ്മാണം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വേദിയിലിരുന്ന് സൂചിപ്പിച്ചു. കൂടിയാലോചിച്ച് ഈ സുന്ദരമായ ഈ പദ്ധതി പണിതീർത്തിരിക്കുന്ന പ്രദേശത്തേക്ക് സുഗമമായ യാത്രാ സൗകര്യം ചെയ്യുന്നതിനാവശ്യമായ നടപടിയും ഞങ്ങൾ സ്വീകരിക്കും എന്നീ സന്ദർഭത്തിൽ പറയാനായിട്ട് അതിയായ സന്തോഷമുണ്ട്. സാധാരണക്കാരായ 20 കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ വെപ്പിച്ച ഫ്ലവേഴ്സിൻ്റെയും SD ഫൗണ്ടേഷൻ്റെയും ഈ നല്ല പരിപാടി കേരളത്തിന് ഒരു മാതൃകയായി തീരട്ടെ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരം പ്രോഗ്രാം കൂടുതൽ ചെയ്യുവാൻ ഫ്ലവേഴ്സിനും SD ഫൗണ്ടേഷനും മുന്നോട്ട് വരും. അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. SD ഫൗണ്ടേഷൻ ഇത് മാത്രമല്ല, കേരളത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. കഴിഞ്ഞ കുറേ വർഷമായിട്ട് എനിക്കും അത് അറിയാവുന്ന കാര്യമാണ്. ഇത് അവർ ചെയ്ത പല പ്രവൃത്തിയിൽ വളരെ നല്ല ഒരു പ്രവൃത്തിയായിട്ട് കാണുന്നു. അതിനെ മുന്നോട്ട് അവർ കൊണ്ടുപോകുന്നു. എല്ലാ ആശംസകളും നേരുന്നു, എല്ലാ സഹകരണവും നേരുന്നു. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വളരെ അവസാനത്തെ ഒരു സ്റ്റേജിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ലാൻഡ് ഐഡൻറ്റിഫിക്കേഷൻ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം തീർന്നിരുന്നു. അപ്പോൾ ഇതിന് എനിക്ക് മുന്നിൽ പ്രവർത്തിച്ച ജില്ലാ കളക്ടർമാരുടെ പ്രവർത്തനങ്ങൾ കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ സ്മരിക്കട്ടെ. വളരെ റിഗ്രസ് ആയിട്ട് ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ബെനിഫിഷ്യറീസിനെ സെലക്ട് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അത് ഞങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 20 പേർക്ക് ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് ആണ് ഈ ഒരു പ്രോജക്റ്റിലൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് ഈ 20 ഫാമിലീസും നല്ല രീതിയിൽ ഉപയോഗിക്കും എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. ഇടുക്കി ജില്ലയിൽ ഇങ്ങനെയൊരു പ്രോജക്റ്റ് സാധ്യമാക്കാൻ വേണ്ടി ഇത് സാധ്യമാക്കിയ എല്ലാവരോടും നന്ദി പറഞ്ഞു ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി. എല്ലാ ആശംസകളും ശുഭലാൽ സാറിനും ട്രസ്റ്റിനും ഫ്ലവേഴ്സ് ടിവിക്കും. തീർച്ചയായിട്ടും എന്നിൽ ഈ വിശ്വാസം അർപ്പിച്ചത് SD ഫൗണ്ടേഷനും ഫ്ലവേഴ്സ് TVയുമാണ്. അത് ഞങ്ങളുടെ കഴിവുകളുടെ പരമാവധി പരിധികൾക്കകത്ത് വെച്ച് സമയബന്ധിതമായി തീർത്തു എന്നതാണ് എൻ്റെ വിശ്വാസം. ഇത് കേരളത്തിന് മാതൃകയാക്കാവുന്ന ഒരു ഭവന നിർമ്മാണ പദ്ധതി എന്നാണെന്നതിലും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്.
തീർച്ചയായിട്ടും ഈ അവസരം തന്നതിൽ ഫ്ലവേഴ്സ് ടിവിയോടും SD ഫൗണ്ടേഷൻ ശ്രീ ശിവലാൽ സാറിനോടും മാഡത്തിനോടൊക്കെയുള്ള അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുവാനായിട്ടുള്ള അവസരമായിട്ട് ഉപയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ എല്ലാം മനസ്സിൽ സന്തോഷം അല്ലെങ്കിൽ കരുണ നിറയുന്ന ഈ മുഹൂർത്തത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അതുതന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായി നമ്മളെല്ലാവരും കാണണം എന്ന അഭ്യർത്ഥന കൂടി ഈ ഒരു വലിയ മഹനീയ സംരംഭത്തിന് മുമ്പിൽ ഞാനും തലതാഴ്ത്തുന്നു. നമസ്കാരം. മലയാള ടെലിവിഷനിൽ കാരുണ്യത്തിന്റെ ഉദാത്ത മാതൃകയായി ഇടുക്കി പൈനാവിലെ സർക്കാർ ഭൂമിയിൽ 20 വീടുകളടങ്ങിയ SD ഫൗണ്ടേഷൻ ഫ്ലവേഴ്സ് സ്വപ്നഗ്രാമത്തിന്റെ പണി പൂർത്തിയായി. ജീവിതം വഴിമുട്ടിയ ഭവനരഹിതരായ 20 കുടുംബങ്ങൾക്ക് ഇപ്പോൾ വീടായി. സാധുക്കൾ കത്താണിയായി തലയുയർത്തി നിൽക്കുകയാണ് സ്വപ്നഗ്രാമം ഇടുക്കി. പണി പൂർത്തിയായ 20 വീടുകളുടെ താക്കോൽ ഏറ്റുവാങ്ങിയപ്പോൾ നിരാലംബരായ കുടുംബങ്ങളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. തലചായ്ക്കാൻ ഒരിടമല്ല. പൈനാവിലെ താന്നിക്കണ്ടം മലമുടിയിൽ ആകർഷകമായ വീടുകളാണ് 20 കുടുംബങ്ങളെ തേടിയെത്തിയത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നൂതനമായ മാതൃകകൾ സൃഷ്ടിക്കുന്ന സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ SD ശിവലാൽ. ഇൻഫോസിസിന്റെ സ്ഥാപകരിലൊരാളായ അദ്ദേഹം സ്ഥാപനത്തിന്റെ മുൻ MDയും CEOയും ആയിരുന്നു. അദ്ദേഹത്തെ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു വർഷത്തിലേറെ കാലത്തിന് മുൻപാണ് ഫ്ലവേഴ്സ് ടിവിയുടെ ടീം വില്ലേജ് എന്ന ഈ പദ്ധതിയുമായി എൻ്റെ അടുക്ക് വരുന്നത്. വില്ലേജ് ഒരു പുതിയ പദ്ധതിയാണ്. സാധാരണ വീടുകൾ ഉണ്ടാക്കുന്ന പോലുള്ളൊരു പദ്ധതിയല്ല, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് അന്ന് ഞങ്ങളിതിനെ കണ്ടത്. എല്ലാ ആണുങ്ങളെ പോലെ തന്നെ ഞാനും കുമാരി വർക്ക് ചെയ്യും, ഞാൻ ക്രെഡിറ്റ് എടുക്കും. ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത ആൾക്കാർ ഒന്ന് കുമാരിയാണ്. ഇവിടെ ആക്ച്വലി ഫൗണ്ടേഷൻ്റെ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമുണ്ട് കേരളത്തിൽ മാത്രമല്ല 4-5 സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ അതിന് ഈ വർഷം 100 പേർക്ക് വേണ്ടി 3000 ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ അതിന് ഇൻ്റർവ്യൂവിന് വരും. സാധാരണ ഒരാഴ്ച എടുക്കും. ട്രിവാൻഡ്രം തൊട്ട് കണ്ണൂർ വരെ യാത്ര ചെയ്ത് വണ്ടിയിലും കാറിലുമൊക്കെ പോയി അതിൻ്റെ കൂടെ രാമാനന്ദം കാണും. ഇവർ രണ്ടുപേരും കൂടെ പോയാണ് ഈ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. ഈ വർഷത്തെ സെലക്ഷൻ കഴിഞ്ഞു. ആക്ച്വലി 101 കുട്ടികളെ ഈ വർഷം ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പറഞ്ഞു വന്നതല്ല, ജോലിയെല്ലാം അദ്ദേഹമാണ് ചെയ്യുന്നത്, ക്രെഡിറ്റ് എല്ലാം ഞാനാണ് എടുക്കുന്നത്. ഞങ്ങൾ അലോട്ട് ചെയ്ത എമൗണ്ട് വളരെ നന്നായി ഉപയോഗിച്ചാണ് ജി ശങ്കർ ഈ പ്രോഗ്രാം ചെയ്തത്. പദ്ധതി പൂർത്തീകരണത്തിന് ഫ്ലവേഴ്സ് ടിവിൻ്റെ ടീമും ജി ശങ്കറിൻ്റെ ടീമും ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് കുമാരിയും ഞാനും ബാക്കി എല്ലാവരും ആക്ച്വലി മിനിസ്റ്റർ ജി ശങ്കർ, ശ്രീകണ്ഠൻ നായർ, മിസ്റ്റർ ഗോകുലം ഗോപാലൻ എല്ലാവരും കൂടെ ഈ വീടുകൾ ഞങ്ങൾ ഹാൻഡ് ഓഫ് ചെയ്യുകയാണ് അതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഗവൺമെൻറ് ഓഫ് കേരളയോട് ഞങ്ങളുടെ നന്ദി. ഒന്ന്, കഴിഞ്ഞ മിനിസ്ട്രിയാണ് ഇതിൻ്റെ ലാൻഡ് അലോക്കേറ്റ് ചെയ്ത് തന്നത്. നല്ല ഒന്നാന്തരം ലാൻഡാണ് തന്നത്. ഈ മിനിസ്ട്രിയുടെ സപ്പോർട്ട് അത് കഴിഞ്ഞ് ആവശ്യത്തിനുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഞാനിവിടെ ഉള്ള സമയത്ത് കുര്യൻ സാറും മിനിസ്റ്ററും അടുത്ത പ്രോജക്റ്റിനെ പറ്റി അത് കുമാരിക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നാലും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയും ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നമ്മളിതൊക്കെ സെലിബ്രേറ്റ് ചെയ്താൽ ഇത് ആക്ച്വലി ഒരു ചെറിയ കാര്യമാണ്. 6 ലക്ഷം ആൾക്കാർക്ക് വീടില്ലാത്തൊരു സ്ഥലത്ത് 20 വീടെന്ന് പറയുന്ന ഒരു വലിയ സംഭവമല്ല. എന്നാലും ഒരു ചെറിയ കാൽവയ്പ്പാണ്. കൂടാതെ ഇതൊരു മോഡലാണ്. ഞങ്ങൾക്ക് ഇനിയും ചെയ്യാൻ മാത്രമല്ല, വേറുള്ളവർക്കും ഇതുപോലുള്ള പദ്ധതികൾ ചെയ്യാനായിട്ടുള്ള ഒരു മോഡലാണ്. ഇതുപോലൊരു വില്ലേജ് അത് എക്കണോമിക്കലായിട്ട് ഉണ്ടാക്കുക, അതിലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, അത് ആ മോഡൽ മറ്റുള്ളവർക്കും അനുകരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒന്നുകൂടെ എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഈ ശിവലാൽ സാർ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. കാരണം ഇതിൻ്റെ
ഈ SD ഫൗണ്ടേഷൻ്റെ പേറ്റൺ ശ്രീമതി കുമാരി ശിവലാലാണ്. ഇതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളതും ശ്രീമതി കുമാരി ശിവലാലാണ്. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ അമേരിക്ക പോലെ ഒരു സ്ഥലത്തൊക്കെ ചേക്കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ താല്പര്യപ്പെടുന്ന ആളുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലത്ത് ശിവലാൽ സാറിനെ പോലെ തിരക്കുള്ള ഒരാളിൻ്റെ സഹധർമ്മിണിയായിരിക്കെ തന്നെ മുഴുവൻ സമയവും ജീവിതത്തിൻ്റെ മുഴുവൻ മണിക്കൂറുകളും ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കിവെച്ചിട്ടുള്ള ഒരാളാണ് ശ്രീമതി കുമാരി. അവരുടെ ജീവിതത്തിൻ്റെ ഏടുകളിലേക്ക് നമ്മളൊന്ന് കടന്നു പോവുകയാണെങ്കിൽ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചൊരു കാലഘട്ടം അവരുടെ ലൈഫിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ കണ്ണീരിൻ്റെ ഉപ്പ് അവർക്ക് മനസ്സിലാകും. എന്തായാലും ശിവലാൽ സാറും കുമാരിയും ഞങ്ങൾക്ക് രണ്ടല്ല, ഞങ്ങൾക്ക് ഒന്നാണ്. ശ്രീമതി കുമാരി. ആദ്യം തന്നെ ഇന്ന് വീടുകൾ കിട്ടാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഏതൊരാളുടെയും ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട്. വില്ലേജ് എന്ന ഈ പ്രോജക്റ്റ് കൊണ്ട് കുറച്ച് പേരുടെയെങ്കിലും സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചതിലും നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വീട് പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഭാവി തലമുറയെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നത്. അതിനുള്ള വഴി നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക എന്നതാണ്. അതുതന്നെയാണ് എൻ്റെ മാതാപിതാക്കളും ചെയ്തത്. നിങ്ങളോടുള്ള എൻ്റെ ഒരേ ഒരു ആഹ്വാനം, നിങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയെ, അതായത് നിങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസമുള്ളവരാക്കുക എന്നതാണ്. അതിനായി ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും. ഈ പ്രോജക്റ്റ് ഇത്രയും ഭംഗിയായി ചെയ്തു തീർത്തത് നമ്മുടെ ആർക്കിടെക്ട് മിസ്റ്റർ ശങ്കറിൻ്റെ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിനും എൻ്റെ അഭിനന്ദനങ്ങൾ. മിസ്റ്റർ ശ്രീകണ്ഠൻ നായർക്കും ഫ്ലവേഴ്സ് ചാനലിനും ഇതുപോലെ ഒരു ആശയം അവതരിപ്പിച്ച് പൂർത്തീകരിച്ചതിനും അർഹരായവരെ സഹായിച്ചതിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഞങ്ങളെ ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പദ്ധതിയുടെ വിജയത്തിന് എല്ലാ സപ്പോർട്ടും നൽകിയ കേരള ഗവൺമെൻറ്റിനോടും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള സ്വപ്ന ഗ്രാമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. SD ഫൗണ്ടേഷൻ ഫ്ലവേഴ്സ് സ്വപ്നഗ്രാമം പദ്ധതിയുടെ താക്കോൽദാന ചടങ്ങ്. ആദ്യത്തെ ഗുണഭോക്താവിന് വീടിൻ്റെ താക്കോൽ കൈമാറുന്നതിനായി SD ഫൗണ്ടേഷൻ്റെ ചീഫ് പേട്രൺ ശ്രീമതി കുമാരി ശിവലാലിനെ ക്ഷണിക്കുന്നു.
ഫ്ലവേഴ്സിൻ്റെ MD ശ്രീകണ്ഠൻ സാറിൻ്റെ മനസ്സിലുദിച്ച അല്ലെങ്കിൽ അദ്ദേഹം കണ്ട ഒരു സ്വപ്നമായിരുന്നു ഇത്തരത്തിലൊരു റിയാലിറ്റി ഷോയും അതിൻ്റെ സമ്മാനമായുള്ള ഒരു സ്വപ്ന ഗ്രാമ പദ്ധതിയും. ഇന്ന് ആ ഗ്രാമം അല്ലെങ്കിൽ ആ വീട് കിട്ടിയ 20ഓളം പാവപ്പെട്ട കുടുംബാംഗങ്ങളുടെയും സ്വപ്നത്തിന് സാക്ഷാത്കാരം സംഭവിച്ചിരിക്കുകയാണ്. ഈ താക്കോൽദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാന്യനായ മന്ത്രി, റവന്യൂ മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരൻ അവർക്ക്, ഇടുക്കി MLA ശ്രീ റോഷി അഗസ്റ്റിൻ അവർക്കും, ഫ്ലവേഴ്സിൻ്റെ ചെയർമാൻ ശ്രീ ഗോപാലൻ അവർക്കും, ശ്രീ SD ശുഭലാലിനും ശ്രീമതി കുമാരി ശുഭലാലിനും SD ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റി എന്ന പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഫ്ലവേഴ്സിന് വേണ്ടിയും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. നമ്മളുടെ ആർക്കിടെക്ട് ശ്രീ ശങ്കർ അവർക്കും, മുൻ കളക്ടറായിരുന്ന ശ്രീ ഗിരീഷൻ അവർക്കും, ഇപ്പോൾ കളക്ടറുടെ സ്ഥാനം വഹിക്കുന്ന ശ്രീ ഗോകുൽ അവർക്കും, ഈ പ്രോഗ്രാമിൻ്റെ ഇതുപോലുള്ള പദ്ധതികളുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന SD ഫൗണ്ടേഷനെ പ്രതിനിധീകരിച്ച ശ്രീ അഭിലാഷിനും, എല്ലാത്തിനും ഉപരി ശ്രീകണ്ഠൻ സാറിനും ഒരിക്കൽ കൂടി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട്, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Yeah.